ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് ജയശ്രീ കുറുശ്ശേരി. പങ്കുവയ്ക്കലിൻ്റെ അനുഭവങ്ങൾ അറിയാതെയാണ് ഇന്നത്തെ കുട്ടികൾ വളർന്നു വരുന്നത്. അവരുടെ രക്ഷിതാക്കൾ അവർ അത് അനുഭവിച്ച് വളരണം എന്ന് ആഗ്രഹിക്കുന്നില്ല താനും. പഴയ കാലത്ത് ജീവിതത്തിൻ്റെ തുടക്കം മുതൽ നമുക്ക് പങ്കുവയ്ക്കലുകൾ വേണ്ടി വന്നിരുന്നു. ഇന്നത്തെ പോലെ വലിയ വീടുകളോ പ്രത്യേകം കിടപ്പുമുറികളോ ഒന്നുമില്ലാത്ത കാലത്ത് മുറികളും കട്ടിലും പായയും എല്ലാം വീട്ടിലുള്ളവർക്കും വിരുന്ന് വന്നവർക്കും മറ്റുമായി പങ്കിടേണ്ടി വരും. ഭക്ഷണത്തിൻ്റെ വിഭവങ്ങളും പങ്കിടേണ്ടി വരുമായിരുന്നു. മൂത്ത കുട്ടികളുടെ പുസ്തകങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവയൊക്കെ താഴെയുള്ള കുട്ടികൾ പങ്കിടുന്നു. ഇലക്ട്രിക് ലൈറ്റുകൾ എത്തുന്ന കാലത്തിന് മുൻപ് 3ഉം 4ഉം കുട്ടികൾക്ക് പഠിക്കാൻ ഒരു മണ്ണെണ്ണ വിളക്കാകും ഉണ്ടാകുക. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഓർക്കുന്നു. കുട്ടിക്കാലത്ത് അവർ 5 സഹോദരങ്ങൾ പഠിക്കാൻ ഒരു വിളക്ക് പങ്കിട്ടിരുന്നതും കോളേജ് ക്ലാസ്സിലെത്തുന്നവർ ഊഴമനുസരിച്ച് മേശയുടെയും റാന്തൽ വിളക്കിൻ്റെയും ആഡംബരങ്ങൾക്ക് അർഹത നേടുന്നതും. അന്ന് പങ്കുവയ്ക്കപ്പെട്ട പ്രകാശമാണ് അവരുടെ ജീവിതങ്ങൾക്ക് വെളിച്ചമേകിയത്. അത്തരം പങ്കുവയ്ക്കലുകളുടെ അഭാവമാണ് ഇന്നത്തെ ഇരുട്ടിന് കാരണവും. ഇതുപോലെ തന്നെയാണ് വീട്ടിലെ ഇടങ്ങളും. വീട്ടിൽ വിരുന്നുകാർ വന്നാൽ അല്ലെങ്കിൽ പ്രായമായവർ ഉണ്ടെങ്കിൽ അവർക്കായി ഇളം തലമുറക്കാരുടെ ഇടങ്ങളും സൗകര്യങ്ങളുമാണ് വിട്ടുകൊടുക്കുന്നത്. ഇന്ന് ചെറിയ കുട്ടികൾക്ക് വരെ പ്രത്യേക കിടപ്പുമുറികളും അതിഥികൾക്കായി പ്രത്യേക മുറികളും ഒക്കെയുള്ള ആധുനിക മാളികകളിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് ഇത്തരം ഒരു പങ്കുവയ്ക്കലോ വിട്ടുകൊടുക്കലോ ആവശ്യമായി വരുന്നില്ല. ആവശ്യമുണ്ടായാൽ തന്നെ അവർ മനസ്സോടെ അതിന് മുതിരുമെന്നും തോന്നുന്നില്ല. അവരോട് പഴയകാല ജീവിതാനുഭവങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ഇടയ്ക്കൊക്കെ ജീവിത സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ടവരുടെ ലോകവും അവരുടെ പ്രയാസങ്ങളും ഒക്കെ കാണിച്ചു പറഞ്ഞു കൊടുക്കണം. വീട്ടിൽ മുതിർന്ന തലമുറക്കാർ ഉണ്ടെങ്കിൽ അവരോട് കാണിക്കേണ്ട പരിഗണനകളും അവർക്ക് ബോധ്യപ്പെടട്ടെ. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഇന്നത്തെ കുട്ടികൾക്ക് ഒരിക്കലും പങ്കുവയ്ക്കലിൻ്റെയോ വിട്ടുവീഴ്ചയുടെയോ പരിഗണനയുടെയോ ബാലപാഠങ്ങൾ പോലും അറിയാതെ പോകും. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടങ്ങളിലായിരിക്കും അവർക്ക് അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരിക. നാട്ടിൽ കഴിഞ്ഞിരുന്ന കാലത്ത് പറമ്പിൽ നിന്നുള്ള കാർഷിക വിഭവങ്ങളും തേങ്ങയും വെളിച്ചെണ്ണയും എള്ളെണ്ണയും ഒക്കെ ഇല്ലാത്തവർക്ക് കൂടി അമ്മ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അതും പങ്കുവയ്ക്കലിൻ്റെ ബാലപാഠങ്ങളായിരുന്നു. അങ്ങനെ ബാല്യം മുതൽ ദൈനംദിന ജീവിതത്തിൽ തന്നെ പങ്കുവയ്ക്കലിൻ്റെ സൗന്ദര്യം എനിക്ക് അറിഞ്ഞ് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇന്നും എൻ്റെ ജീവിതത്തിലെ പ്രയോഗപാഠങ്ങളായി തുടർന്നു പോരുന്നു. നമ്മേക്കാൾ ദുഃഖിക്കുന്നവർക്കായി അവരുടെ ആശ്വാസത്തിനായി അല്പം സമയമോ ധനമോ പങ്കുവയ്ക്കുന്നത് കൂടുതൽ ആത്മസംതൃപ്തിക്ക് കാരണമാകും. അധികമുള്ളതും ആവശ്യമില്ലാത്തതും കൊടുക്കുന്നത് ദാനമല്ല. നമുക്കുള്ളതിൽ നിന്ന് പങ്കിടുമ്പോഴാണ് ആ സംതൃപ്തി അനുഭവവേദ്യമാകുന്നത്. പങ്കുവയ്ക്കലിലൂടെ മനസ്സിലെ ദുഃഖങ്ങളും ലഘൂകരിക്കപ്പെടുന്നു. പലപ്പോഴും ആത്മഹത്യകൾ പോലും ഒഴിവാക്കാൻ ഇത്തരം പങ്കുവയ്ക്കലിലൂടെ സാധിക്കും. ദുഃഖങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ആത്മാർത്ഥതയുള്ളവരോട് മാത്രമേ പങ്കുവയ്ക്കാവൂ എന്നതാണ്. അല്ലെങ്കിൽ വിപരീത ഫലമാകും ഉണ്ടാകുക. ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള നല്ല ചിന്തകളും നല്ല ആശയങ്ങളും മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത് കുടുംബത്തിൻ്റെ നന്മയായും സമൂഹത്തിൻ്റെ നന്മയായും പടരുമ്പോൾ ആത്യന്തികമായി അതൊരു നാടിൻ്റെ നന്മയായി തന്നെ മാറ്റാൻ സാധിക്കും. ചിന്താപരവും ആശയപരവുമായ ഇത്തരം പങ്കുവയ്ക്കലുകളുടെ സദ്ഫലങ്ങൾ നമ്മുടെ ചരിത്രങ്ങളിൽ പലയിടത്തും കാണാൻ കഴിയും. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ജയശ്രീ കുറുശ്ശേരി.